സാധാരണ കണ്ണുകൊണ്ട് കാണുന്ന ഒരാൾക്കാണ് സലാം. കണ്ണുകൊണ്ട് കാണാതെ കാതുകൊണ്ട് കേൾക്കാതെ നബി അങ്ങേക്ക് അഭിവാദ്യം സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതിന്റെ പ്രത്യേകത പരിശുദ്ധ ഖുർആൻ നൂഹ് എന്ന് വിളിച്ചു, ഇബ്രാഹിം എന്ന് വിളിച്ചു, മൂസ എന്ന് വിളിച്ചു, ഈസ എന്ന് വിളിച്ചു, യൂസുഫ് എന്ന് വിളിച്ചു. ഒറ്റ സ്ഥലത്തും മുഹമ്മദ് എന്ന് വിളിച്ചില്ല. പകരം യാ അയ്യുഹൻ നബി, നബിയെ എന്ന് ആദരത്തോടെ വിളിച്ചു. എന്നിട്ടും രണ്ട് സ്ഥലത്ത് പരിശുദ്ധ റസൂലിന്റെ പേര് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദാ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ. മുഹമ്മദുർ റസൂലുള്ളാഹിയും കൂടെയുള്ളവരും സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദ് എന്ന പേരും ഖുർആൻ പരാമർശിച്ചു. ഈസാ നബി പറയുന്നതായി വമുബശ്ശിറും ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. എനിക്ക് ശേഷം വരാനുള്ള അഹ്മദ് എന്ന റസൂലിനെ കുറിച്ച് സന്തോഷ വൃത്താന്തം അറിയിക്കുന്നവനാണ് ഞാൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരാലംബം അല്ലാഹുവിങ്കലേക്കുള്ള പ്രയാണമാണ്. പരിശുദ്ധനായ റബ്ബിൽ വിശ്വസിച്ച് അവനിൽ ഉറപ്പിച്ച് ഏകദൈവത്തിലെല്ലാം അർപ്പിച്ചുകൊണ്ട് നിൽക്കണം. പരിശുദ്ധ റസൂലിന്റെ ചര്യകളെ സ്വായത്തമാക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഖുറൈശി നേതാക്കൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം ബിലാലിനോട് സംസാരിച്ചു. എന്നിട്ടേ ആ ഖുറൈശി നേതാക്കളിലേക്ക് തിരിഞ്ഞുള്ളൂ. കാപ്പിരിയായ ബിലാലിനെ ആ ഖുറൈശികളെക്കാൾ ആദരിച്ചതായിട്ട് പരിശുദ്ധ റസൂലിൻ്റെ അനുയായിയായ ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. മസ്ജിദ് നബവിയുടെ നിർമ്മാണം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ല് ചുമക്കുന്നുണ്ട്. ഖന്തക്കിൻ്റെ കിടങ്ങ് കുഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാറ വെട്ടുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോടൊരു സഹാബി ചോദിച്ചു, നബി വീട്ടിലെത്തിയാൽ എന്താ ചെയ്യുക? സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വീട്ടുജോലികൾ ചെയ്യും, വസ്ത്രം തുന്നും, ചെരുപ്പ് കുത്തും, മറ്റുള്ളവർ വീട്ടിൽ ചെയ്യുന്ന എല്ലാം ചെയ്യും. നമസ്കാരത്തിൻ്റെ സമയമായാൽ വീട്ടുജോലികളിൽ നിന്ന് ഉടനെ നമസ്കാരത്തിലേക്കണയും. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സല്ലാ ബിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ സ്വലാത്തസ് സുബ്ഹ്. ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടൊപ്പം സുബ്ഹി നമസ്കരിച്ചു. സുമ്മ മദ്ദ യദഹു, എന്നിട്ട് റസൂൽ തൻ്റെ കൈ നീട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മ അഖ്റജഹാ, പിന്നെ ആ കൈ പിൻവലിക്കുകയും ചെയ്തു. ഫലമ്മാ സല്ലമ, നബി സലാം വീട്ടിയപ്പോൾ ഖീല ലഹു, നബിയോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് സനഅത ഫീ സ്വലാതിക ശൈഅൻ ലം തസ്നഉ ഫീ ഗൈരിഹാ. മറ്റൊരിക്കലും ചെയ്യാത്ത ഒരു കൃത്യം ഇന്നത്തെ നിസ്കാരത്തിൽ അങ്ങ് ചെയ്തുവല്ലോ എന്ന് ചോദിച്ചു പരിശുദ്ധ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ സ്വർഗം കണ്ടു, ഞാനതിൽ അനുഗ്രഹങ്ങൾ കണ്ടു, ഞാൻ അതിൽ നേരെ കൈനീട്ടി. ലോകത്ത് മാനവരാശിയുടെ നേതാവിന് അള്ളാഹു മദീനയിലെ മസ്ജിദിൽ വെച്ചിട്ട് സ്വർഗം കാണിച്ചു എന്നാണ് ഈ പറയണത്. ആ ഒരൊറ്റ വ്യക്തിത്വത്തിൻ്റെ ബോധ്യത്തിലാണ് കോടാനുകോടി നിൽക്കുന്നത്, അല്ലേ? കോടാനുകോടി നിൽക്കുന്നത്. അമേരിക്ക മുതൽ ഇന്തോനേഷ്യ വരെ നീണ്ട് പരന്ന് കിടക്കുന്ന കോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾ ഒരു വ്യക്തിയുടെ സത്യസന്ധതയിൽ വിശ്വസിച്ച് സ്വർഗത്തിലും നരകത്തിലും നിസ്കാരത്തിലും ഹജ്ജിലും ഉംറയിലും സകാത്തിലും സദഖയിലും സകല പുണ്യങ്ങളിലും ഞാൻ സ്വർഗം കണ്ടു. അതിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നേരെ കൈനീട്ടി. അപ്പം എനിക്ക് വഹി വന്നു പിന്നോട്ട് മാറാൻ. ദുനിയാവിൽ ഒന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവവിധിയുടെ ദൈവിക നിയമത്തിൻ്റെ ഒരു ലംഘനം വരും. അതുകൊണ്ട് മാറാൻ പറഞ്ഞു റസൂലിനോട് അല്ലാഹു. കൈ നീട്ടിയപ്പോൾ പിന്നോട്ട് അയാൻ പറഞ്ഞു. അപ്പം ഞാൻ പിന്നോട്ട് തിരിഞ്ഞു. പിന്നെ ഞാൻ നരകം കണ്ടു, നിങ്ങൾക്കും എനിക്കും ഇടയിൽ. ഞാൻ ആ നരകത്തിൻ്റെ അഗ്നിയിൽ നിങ്ങളുടെ നിഴലും എൻ്റെ നിഴലും കണ്ടു. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. നബിയുടെ പത്നിയായിരുന്നു ഉമ്മു ഹബീബ, അബൂ സുഫിയാൻ്റെ മകളായിരുന്നു.
അബൂ സുഫിയാൻ മരണപ്പെട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ പുതിയ വസ്ത്രമണിഞ്ഞു, സുഗന്ധം പൂശി ബാപ്പ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിത് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെ പഠിപ്പിച്ചു? 3 ദിവസമേ ദുഃഖാചരണമുള്ളൂ എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. പിതാവ് മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ മകള് പുതുവസ്ത്രം അണിഞ്ഞിട്ട് സുഗന്ധം പൂശുക, നബിയുടെ തിരുപത്നി, ലോകത്തെ പഠിപ്പിക്കുകയാണ്. കാലാകാലം അതിൻ്റെ പേരിൽ ഹോളിഡേ ആഘോഷിക്കണ്ട, കാലാകാലം അതിൻ്റെ പേരിൽ നീ ഒരു വിലാപം നടത്തണ്ട, നീ പ്രാർത്ഥിച്ചാൽ മതി. അത് പഠിപ്പിക്കാൻ മകള് പിതാവിൻ്റെ കാര്യത്തിൽ അത് ചെയ്യേണ്ടി വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു മരണത്തിനും 3 ദിവസം. ഉമ്മു ഹബീബ പറയാണ്, ഭർത്താവിൻ്റെ മരണത്തിൽ ഭാര്യയ്ക്ക് 4 മാസവും 10 ദിവസവും എന്ന് പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചു. മറ്റേത് മരണത്തിലും 3 ദിവസം, ഭർത്താവിൻ്റെ മരണത്തിൽ ഭാര്യയ്ക്ക് 4 മാസവും 10 ദിവസവും. അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്യൂലായിരുന്നു. എൻ്റെ പിതാവ് മരിച്ചിട്ട് 3 ദിവസം കഴിയുമ്പോഴേക്ക് ഞാൻ പുതുവസ്ത്രം മാറുമ്പോൾ ലോകർക്ക് എന്തെങ്കിലും തോന്നണ്ട. ഇത് പരിശുദ്ധ നബി പഠിപ്പിച്ചതാണ്. നബിയുടെ കുടുംബം എങ്ങനെയാണ് നബിയുടെ അധ്യാപനങ്ങൾ ലോകത്തിനെത്തിച്ചത്, എങ്ങനെയാണ് സഹധർമ്മിണിമാർ വിജ്ഞാനത്തിൻ്റെ പ്രചാരകരായത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു ഹബീബയിൽ നിന്നാണ് നമ്മൾ ലോകം പഠിക്കുന്നത്. റളിയല്ലാഹു തആല അൻഹ. ഒരിക്കലൊരു കുട്ടി പരിശുദ്ധ റസൂലിൻ്റെ അടുക്കൽ വന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറുപ്പക്കാരൻ കുട്ടി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഇങ്ങനെ മുട്ടിയിരുന്നിട്ട് നബിയെ ഉമ്മ വെക്കാൻ തുടങ്ങി, നബിയുടെ കാലുകൾ ചുംബിക്കാൻ തുടങ്ങി. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കുട്ടി വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹം 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 സ്നേഹക്കടലേ പരിശുദ്ധ റസൂൽ. ലോകത്തൊരു നേതാവിനെയും ഇത്രയേറെ അനുയായികൾ സ്നേഹിച്ചിട്ടില്ല എന്ന് ലോക ചരിത്രം രേഖപ്പെടുത്തി. എന്തും ചെയ്യോ റസൂൽ ചോദിച്ചു, എന്തും ചെയ്യും. ബാപ്പാനെ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും എന്ന് പറഞ്ഞ് ഈ കുട്ടി. ബാപ്പ മുശ്രിക്കാണ്, വിശ്വസിച്ചിട്ടില്ല. ഓ എന്നാ ഒന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടി ഉടനെ പുറപ്പെട്ടു. റസൂലുള്ള ഉടനെ പിന്നാലെ പോയിട്ട് പറഞ്ഞു, മോനെ വാ, ഞാനൊരിക്കലും ബന്ധം മുറിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല. ഫഇന്നീ ലം ഉബ്അസ് ബിഖതീഅത്തി റഹം. ഞാൻ ബന്ധം മുറിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല. ഈ കുട്ടിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അസുഖം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുട്ടിയെ സന്ദർശിക്കാൻ വന്നു. അള്ളാഹുവിൻ്റെ റസൂല് തിരിച്ചു വരുമ്പോൾ പറഞ്ഞു, ബന്ധുക്കളോട് കുറച്ചങ്ങോട്ട് നടന്നു വന്നിട്ട് വൈന്ന് പറഞ്ഞു, ഞാൻ കുട്ടിയിൽ മരണമല്ലാതെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു. എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ അറിയിക്കണം. പക്ഷേ ഈ കുട്ടി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, റസൂലുള്ളാഹിനെ അറിയിക്കരുത് എന്ന് പറഞ്ഞു, ഞാൻ മരിച്ചാൽ. കാരണം റസൂൽ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ യഹൂദികൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന് ചോദിച്ചു ഈ കുട്ടി. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദ്ഫിനൂനി, കുട്ടി പറഞ്ഞു, എന്നെ ഖബറടക്കണം. വഅൽഹിഖൂനി ബിറബ്ബി, എൻ്റെ റബ്ബിനോട് എന്നെ ചേർക്കണം. വലാ തദ്ഉ റസൂലല്ലാഹ്, റസൂലിനെ വിളിക്കരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയായിരുന്നു ആ കാലം. വിഷം കൊടുത്ത് കൊല്ലുക, വഴിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക, വലിയ ശത്രുതൊക്കെ ഉണ്ടാക്കിയിരുന്ന ആ കാലഘട്ടമാണ്. ഈ കുട്ടിക്ക് റസൂലുള്ള വന്നിട്ട് എൻ്റെ ജനാസ സംസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നുള്ളതിനേക്കാൾ കുട്ടി ചിന്തിക്കുന്നത് റസൂലുള്ളാഹിക്ക് വരുന്ന വഴിയിൽ വല്ല ഉപദ്രവം വരെ സൃഷ്ടിക്കുമെന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള വിവരം അറിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് ചോദിച്ചു, കുട്ടിയുടെ ഖബർ ചോദിച്ചു. ഖബറിങ്ങ പോയി റസൂലുള്ള ഖബറിങ്ങ നിസ്കരിച്ചു. അപ്പോൾ റസൂൽ പറയാണ്, അല്ലാഹുമ്മ അൽഖി തൽഹ, തൽഹ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അല്ലാഹുവേ, തൽഹയെ നിന്നോട് ചേർക്ക്. തൽഹഖു ഇലൈ, നീ അവനോട് ചിരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നോട് ചേർക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം. വയദ്ഹഖു ഇലൈക്, അവൻ നിന്നോടും ചിരിച്ചുകൊണ്ടിരിക്കണ മാതിരി. അല്ലാഹുവേ, നീ തൽഹയോട് ചിരിക്കുക, തൽഹ നിന്നോടും ചിരിക്കുന്ന രീതിയിൽ. റസൂൽ പറഞ്ഞ അങ്ങനെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ചിരിച്ചോണ്ട് അവനെ സ്വീകരിച്ചു, അവൻ അള്ളാഹുവിനോടും ചിരിച്ചു എന്ന് വിശ്വസിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അത് പുണ്യ റസൂലിൻ്റെ പ്രാർത്ഥനയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.